Are you having a bad day? ഈ വൃത്തികെട്ട ദിവസങ്ങൾ എങ്ങനെ അടിപൊളി ദിവസങ്ങളാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റീലാണ് കേട്ടോ ഇത്. ശരിക്കും എനിക്ക് ഇന്ന് അത്ര അടിപൊളി ദിവസമൊന്നുമല്ല, പക്ഷേ ഞാൻ അത് അടിപൊളി ദിവസമാക്കി. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നാളത്തെ കാര്യങ്ങൾ, അതായത് നാളത്തെ ദിവസം എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇന്നേ എഴുതി വയ്ക്കും. അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കും. ആ ഒരു ദിവസത്തേക്ക് രാവിലെ എത്ര മണിക്ക് എണീക്കണം, അത് കഴിഞ്ഞിട്ട് എത്ര മണിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊക്കെ ഞാൻ എഴുതി വയ്ക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കും. അപ്പം നമുക്കൊരു മൈൻഡിലുണ്ടോ, ഇത് ഇന്നത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സോ ഇന്ന ടൈമിൽ ഞാൻ അത് ചെയ്യണം എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഈ എന്താ പറയണ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാനേ തോന്നൂല. നമ്മൾ അങ്ങനെ കിടക്കും. ശരിക്കും അതൊരു കുത്തിഴിഞ്ഞിട്ടുള്ള ദിവസമായി പോവും. സോ അത് മാറ്റാനും കൂടിയാണ് ഈ ഒരു കാര്യം. പിന്നെ ഈ എഴുതി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങൾ അടുത്തത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും എൻഗേജ്ഡ് ആയിരിക്കും. ശരിക്കും നമുക്ക് ആ ഉണ്ടാവുന്ന പ്രോബ്ലത്തെക്കുറിച്ചിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് അവിടെ കിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് എപ്പോഴും നമ്മുടെ ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് പ്ലാനിങ് അവർ ഡേ. ഓക്കെ, ദ സെക്കൻഡ് തിങ് ഈസ് മെഡിറ്റേഷൻ മോർണിംഗ് ഞാനിപ്പോൾ ചെയ്യണത് സൂര്യ നമസ്കാരമാണ്. നിങ്ങൾക്കിപ്പം യൂട്യൂബ് നോക്കിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മെഡിറ്റേഷൻ ഒരു 10 മിനിറ്റ്സോ ഒരു 15 മിനിറ്റ്സോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ശരിക്കും റിലാക്സേഷനാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം ഫുഡാണ് കേട്ടോ. എനിക്കിന്ന് ഭയങ്കരമായിട്ട് ചോറും ഇതുപോലെ കറികളൊക്കെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫുഡ് ശരിക്കും ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അതും കുറച്ചും കൂടെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യുക. അതായത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യാറില്ല, നമ്മുടെ ബോഡി അനങ്ങാറില്ല. സോ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ശരിക്കും. സോ ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടോ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ സൂംബയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ജിമ്മിൽ പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഒരു കാർഡിയോയോ അല്ലെങ്കിൽ സൂംബയോ ഒക്കെ വീട്ടിൽ ചെയ്യുക. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേനും ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ പിന്നെ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, യു ഹാവ് ടു ലിസൺ ടു അടിപൊളി സോങ്സ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയണത്, റിലാക്സേഷൻ കിട്ടും. അപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ പയ്യൊരു ചായയൊക്കെ കുടിച്ച് പുറത്ത് പോയി നിന്ന് ഫ്രഷ് എയർ ശ്വസിക്കുക. കുറച്ച് നേരം ഫോൺ മാറ്റി വെച്ചൊരു 15-20 മിനിറ്റ്സ് പുറത്ത് ഇങ്ങനെ നിൽക്കുക. പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ശരിക്കും ഭയങ്കര റിലാക്സേഷനാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഷവർ, അതായത് കോൾഡ് ഷവർ. ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ കോൾഡ് ഷവർ. സോ എൻ്റെ ദിവസം ഞാൻ ഇതുപോലൊക്കെയാണ് പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ ബാഡ് ഡേയ്സ് ഗുഡ് ഡേ ആക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളും ട്രൈ ചെയ്യുക.